പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ 11-ാം തീയതി 11-ാമത്തെ സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കാം. നമുക്കാദ്യം അത് വായിക്കാം. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു, പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എങ്ങനെ? ഇതാ ദുഷ്ടന്മാർ ഹൃദയ പരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യേണ്ടതിന് വില്ലു കുലച്ച് അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു. അടിസ്ഥാനങ്ങൾ മറഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട്. യഹോവയുടെ സിംഹാസന സ്വർഗത്തിൽ ആകുന്നു. അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു. അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു. ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു. ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർഷിപ്പിക്കും. തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവിടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. നേരുള്ളവർ അവൻ്റെ മുഖം കാണും. 7 വാക്യങ്ങളുള്ള 11-ാമത്തെ സങ്കീർത്തനം സംഗീത പ്രമാണിക്ക് പാടുവാൻ ദാവീദ് എഴുതി കൊടുത്തതായ ഒരു ഗീതമാണ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഈ സങ്കീർത്തനം കഴുകനോട് ചേർത്ത് ഉപമിച്ചിരിക്കുന്നു. അഭിവൃദ്ധിയോട് ചേർന്നാണ്. 123:5 നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരുന്നു. 2 മൂങ്ങയോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു. അത് അപമാന രംഗങ്ങളിലാണ്. 102-ാമത്തെ സങ്കീർത്തനം 7 ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണ്, ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ. 3 കുരുകിലാണ്, അത് വളരെ ഒറ്റപ്പെട്ട് ഏകാന്തതയിലിരിക്കുന്ന. 102:7 തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ. നമുക്ക് ചില ദേവദാസന്മാർ പ്രവചിച്ച് നമ്മെക്കുറിച്ച് പറയാറില്ലേ ഈ വാക്യങ്ങളൊക്കെ? എൻ്റെ ചർച്ചിലെ ദേവദാസി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പ്രാവിനെ കുറിച്ച് പറയുന്നു, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ. അപ്പോൾ കഴുകൻ, മൂങ്ങ, കുരുകിൽ, കാട്ടുകോഴി, പ്രാവ്, ഈ പക്ഷികളോടൊക്കെ ദാവീദ് തന്നെ സാദൃശ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പക്ഷിയെപ്പോലെ. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ എഴുന്നിരുന്നു, എനിക്ക് 2 ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നു പോകുമായിരുന്നു എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഞാൻ ദൈവമായ യഹോവയെ ശരണമാക്കി നിന്നു. അതാണ് ദാവീദ് പറഞ്ഞത്. ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും ഏത് പ്രതിസന്ധിയുടെ മുൻപിൽ ദൈവത്തിൽ ശരണം വയ്ക്കുക എന്നത് ഒരു ദൈവപൈതൻ്റെ ജീവിതത്തിൽ ഉറപ്പുള്ളൊരു കാര്യമാണ്. കർത്താവിൽ അഭയം പ്രാപിക്കുക, കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ മറയുക, കർത്താവിൻ്റെ നിഴലിൽ കീഴിൽ മറയുക, ദൈവത്തിൽ ചാരുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്കതുപോലെ ഒത്തിരി ആശ്വാസ വചനങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നീ എനിക്ക് ദുർഗമാണ്, കഷ്ടത്തിൽ എനിക്ക് കോട്ടയാണ്, കൊടുങ്കാറ്റ് നീ എനിക്കൊരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു. കൊടുങ്കാറ്റിൽ ദൈവം ഒരു ശരണമായി വെളിപ്പെടുന്നു. ഹല്ലേലൂയ. യഹോവയെ കർത്താവിനെ ഞാൻ ശരണമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ശരണത്തിനായി യേശുവിൻ്റെ അരികിലേക്ക് ഓടി വരിക. അപ്പോൾ കഷ്ടത വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, വേദന വരുമ്പോൾ നമ്മൾ ഓടിപ്പോയി ആ അപ്പച്ചൻ്റെ അരികിൽ ചെന്ന് അഭയം പ്രാപിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ആ ഒരു ആഗ്രഹത്തോടെ തിടുക്കത്തോടെ ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ അഭയം പ്രാപിച്ച്, അപ്പാ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് അപ്പൻ്റെ പാദപ്പെടുത്തി നിങ്ങളൊന്ന് കിടന്ന് നിങ്ങൾ കണ്ണുനീർ കൊണ്ട് ആ പാദത്തെ ഒന്ന് കഴുകി നോക്കിയേ സർവശക്തനായ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നിശ്ചയമായും തന്നിരിക്കും. ഹല്ലേലൂയ. യേശുപ്പച്ചനോട് ഒരിക്കൽ പറഞ്ഞു, നീ ഇവിടെ വിട്ട് പൊയ്ക്കൊള്ളുക, നിന്നെ ഹെരോദാവ് കൊല്ലുവാൻ അന്വേഷിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാമത്തെ ദിവസം സമാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നിന്ന് പൊയ്ക്കോ, ഇവിടെ നിൽക്കേണ്ട, നീ ഇവിടെ നിന്ന് സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ യേശു അപ്പച്ചൻ പോയില്ല. സ്നേഹത്തോടെ ദേഷ്യത്തോടെ ഒക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ ആ രാജാവിൻ്റെ പേരെന്താണ്? രാജാവിനെ എന്താണ് വിളിച്ചത് യേശു? കുറുക്കൻ. ഒരു വിലയും കൊടുത്തില്ല.
പിതാവ് ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തിട്ടേ പോകൂ. ഇന്നും നാളെയൊക്കെ ചെയ്യും, 3 ദിവസം ചെയ്യുമെന്ന് പറഞ്ഞു. എത്ര ഭീഷണിപ്പെടുത്തിയാലും എത്ര വെല്ലുവിളിച്ചാലും അവിടെ നിങ്ങൾ ഓടരുത്, ഉറപ്പോടെ നിൽക്കണം. ദൈവം നിനക്ക് തുണയായിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹാഗറിനെ എല്ലാവരും കൈവിട്ടു. പക്ഷേ മരുഭൂമിയിൽ ദൈവം അവളെ കുഞ്ഞിൻ്റെ നിലവിളിയെ കേട്ടു. അവൾ പറയാണ്, എന്നെ കാണുന്നവനെ ഇവിടെയും ഞാൻ കണ്ടുവല്ലോ എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. 7-ാമത്തെ വാക്യം, സ്വർഗത്തിലെ ന്യായാധിപൻ, ആ കർത്താവ് നല്ല ന്യായാധിപനാണ്. ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർഷിപ്പിക്കുന്നു. അവരുടെ പാനപാത്രത്തിലെ ഓഹരി തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റുമായിരിക്കുന്നു. ഹല്ലേലൂയ. 6-ാമത്തെ വാക്യം, ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർഷിപ്പിക്കും. ഇതെല്ലാം അവൻ്റെ പാനപാത്രത്തിലെ ഓഹരിയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, സോദോമിൽ സംഭവിച്ച സംഭവം ഒന്ന് ഓർത്ത് നോക്കിയേ. ദൈവം നോക്കിയപ്പോൾ സോദോമിൻ്റെ പാപം വലുതായിരുന്നു, അവൻ്റെ പാപത്തിൻ്റെ നിലവിളി വലുതായിരുന്നു. കർത്താവ് അതിനെ കണ്ടു. ആ ദുഷ്ടന്മാരുടെ മേൽ ദൈവം എന്താണ് ചെയ്തത്? തീയും ഗന്ധകവും വർഷിപ്പിച്ചു. മേലിൽ ഭക്തി കെട്ട് നടക്കുന്ന ജനത്തിന് ദൈവം അതൊരു ദൃഷ്ടാന്തമാക്കി വെച്ചു എന്നാണ് യൂദയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പാനപാത്രത്തിലെ ഓഹരി. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ദുഷ്ടനെ നശിപ്പിക്കുന്ന ദൈവം, നീതിമാനെ രക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നീതിമാനായതുകൊണ്ട് നീതിമാനെ ദൈവം രക്ഷിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നീതിമാനെ തകർക്കുവാൻ ആർക്കും പറ്റത്തില്ല. ഇനി ന്യായം വിധിച്ചവനെ നശിപ്പിച്ച് കളഞ്ഞാലും കർത്താവ് മിണ്ടാതിരിക്കത്തില്ല. കർത്താവ് പ്രവർത്തിക്കുവാനായി തുടങ്ങും. ഹല്ലേലൂയ. കർത്താവ് ഒരു വില്ലല്ല അയച്ചത്, തീയും ഉഷ്ണക്കാറ്റും അയച്ചു, ഗന്ധകം അയച്ചു. മുച്ചോട് മുടിച്ചു കളഞ്ഞു എന്ന് പറയത്തില്ല, അതുപോലെ മൊത്തത്തിൽ മുടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കര. സോദോമിലെ ന്യായവിധി ഉൽപ്പത്തി 19:24 നമ്മൾ കാണുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധാനം നിന്ന് എവിടെ നിന്നെല്ലാം പ്രതികൂലങ്ങൾ വരട്ടെ, കാറ്റടിക്കട്ടെ, കൊടുങ്കാറ്റടിക്കട്ടെ, പേമാരി പൊയ്യട്ടെ, എന്തെല്ലാം പ്രതികൂലങ്ങൾ വരട്ടെ, തീ പൊക്കത്തിൽ കത്തട്ടെ, തീച്ചുളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകട്ടെ. യേശു ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട വ്യക്തിയാണെങ്കിൽ, നീ നീതിയോടെയാണ് ജീവിക്കുന്നതെങ്കിൽ, സർവശക്തനായ ദൈവം നിൻ്റെ പക്ഷത്തുണ്ടാകും. എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും ഈശാനമൂലൻ അടിച്ചു കയറിയാലും നിൻ്റെ പടക് തകരത്തില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ തകർക്കുവാൻ ആർക്കും പറ്റത്തില്ല. എല്ലാ വെല്ലുവിളികളെയും നമ്മൾ ധൈര്യത്തോടെ നേരിടണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ വചനം വായിക്കുക, നിങ്ങൾ ധ്യാനിക്കുക, ദൈവത്തോട് നിങ്ങൾ പറ്റിയിരിക്കുക. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.